ഇപ്പോഴാണ് റെക്കോർഡിങ്ങിന്റെ ഇത് വന്നത്. ആദ്യം പറഞ്ഞ എല്ലാ കാര്യവും പോയി. റെക്കോർഡിങ് കേൾക്കുന്നവർക്ക് അത് കിട്ടുകയില്ല. സോറി ഫോർ ടു ഡിലേഡ് റെക്കോർഡിങ്. ഇപ്പോൾ ഒരു മെസ്സേജ് വന്നത് കൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്ത്, അതർവൈസ് ഞാനത് മറന്നു പോകുമായിരുന്നു. ഓക്കെ, താങ്ക് യു രേഷ്മ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആ ഒരു ഒരു ട്രിഗറിങ്, അതായത് ചൈൽഡ്ഹുഡ് ഫീലിംഗ്, ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു റിജക്ഷൻ, ചൈൽഡ്ഹുഡിൽ ഉണ്ടായ ഒരു ഷെയിം ആയിട്ടുള്ളൊരു ഒരു മൊമെന്റ്, നമുക്കൊരു ഒരു പെയിൻ തരുന്നൊരു മൊമെന്റ്, ഇതെല്ലാം ട്രിഗറിങ്ങിൽ വരും. അപ്പോൾ നമുക്ക് ഈവൻ ബാങ്ക് ബാലൻസ് കുറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര പൈസയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലും നമ്മളൊരു അതൊരു നമ്മുടെ ഉള്ളിൽ അത്രയേ ഉള്ളൂ എന്ന് നമുക്കൊരു ഫിയർ വരുന്ന ആൻസിസ്ട്രൽ ഫിയർ ഓഫ് സ്കേഴ്സിറ്റിയാണ്. അപ്പൊ ഈ ഇത്രയും അപ്പൊ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, ബാങ്ക് അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് എന്തിനാണ് ഫിയർ വരുന്നത്? ഇത്രയേ ഉള്ളൂ, അടുത്ത മണി വരും എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് ഫിയർ വരുന്നത് ആൻസിസ്ട്രൽ ഫിയർ ഓഫ് സ്കേഴ്സിറ്റി നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അത് ട്രിഗർ ചെയ്യും, ആ സമയത്ത് ട്രിഗർ ചെയ്യും. അപ്പൊ ഇതെല്ലാം ഈ ട്രിഗറിങ്, ആ ട്രിഗറിങ്ങിലെല്ലാം എവിടെയോ അതിൻ്റെക്ക് നമ്മൾ കീറി മുറിച്ച് താഴേക്ക് പോകണമെങ്കിൽ, ഐ ആം നോട്ട് ഇനഫ്, ഐ ആം നോട്ട് ദാറ്റ് മച്ച് സക്സസ്ഫുൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഒരു സംഭവമായിരിക്കും ഡീപ്പർ ലെവലിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സർഫസ് ലെവലിലെ ഇമോഷൻസ്, നമ്മൾ ഓൾവേസ്, നമ്മൾ അമിഗ്ദല എന്ന് പറയുന്ന ഒരു പാർട്ടാണ് സ്ട്രെസ് സിഗ്നൽസ് തരുന്നത്. അപ്പോൾ ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്യുന്നത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലാണ്. അത് പലപ്പോഴും, അതായത് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിഷ്വലൈസ് ചെയ്യും, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യും, അബൻഡൻസിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യും. അപ്പം അബൻഡൻസിനെ പിന്നെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ, ആ വിഷ്വലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മളുടെ ലോജിക്കൽ മൈൻഡിൽ എവിടെയെങ്കിലും ഇതിലൊരു സാധ്യതയുണ്ടെന്ന് നമ്മൾ കൊടുക്കണം. ആ സാധ്യത കൊണ്ടുവരണമെങ്കിൽ ഈ ട്രിഗറിങ് നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ ഈ അകത്ത് കിടക്കുന്ന ഇത്രയും വൂണ്ടഡ് ആയിട്ടുള്ള, അറ്റ്ലീസ്റ്റ് മണിയുമായിട്ടുള്ള ഈ സംഭവങ്ങളുടെ ഡെപ്തും ഇൻറ്റൻസിറ്റിയും കളറും സൗണ്ടും ഇതൊക്കെ കുറയ്ക്കണം. എന്നാൽ മാത്രമേ ഈ വിഷ്വലൈസേഷൻ ഓക്കെ ആണെന്ന് എൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അത് കുഴപ്പമില്ല, ഓക്കെയാണ്, നടക്കും. ബോഡി അംഗീകരിച്ചാലും ബോഡി അംഗീകരിക്കുന്നുണ്ടാവും, ബോഡിയെ നമുക്ക് പറഞ്ഞ് ഇതാക്കാൻ പറ്റും. പക്ഷേ ഈ ലോജിക്കൽ മൈൻഡ് ഡീപ്പർ ലെവലിലേക്ക് പോകുമ്പം ആ പെരിഫ്രോണ്ടൽ കോർട്ടെക്സ് ഓഫ്ലൈൻ ആയി പോകും. അതാണ് പ്രശ്നം, അത് എടുക്കത്തില്ല. അപ്പോൾ ബോഡി ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥ, അതായത് ഈ നമ്മളിപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കേഴ്സ്, നമ്മൾ മണിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റിയുടെ ഡീപ്പർ ട്രിഗർ ചെയ്യുന്ന വലിയൊരു ഊണ്ടാണെങ്കിലും അത് നമ്മൾ ട്രിഗർ ചെയ്ത് വരികയും ചെയ്യും. ബോഡിയിലേക്ക് നമ്മൾ അബണ്ടൻസിന്റെ സംഭവം കൊടുക്കുക, നമ്മൾ വിഷ്വലൈസേഷൻ കൊടുക്കുമ്പോൾ ബോഡി അത് അക്സെപ്റ്റ് ചെയ്താൽ പോലും ഇവിടെ അതൊക്കെ എത്തത്തില്ല. എത്താതിരിക്കുന്നിടത്തോളം കാലം ഇത് നടക്കാനും പോകുന്നില്ല. അപ്പൊ ഇത് ഞാൻ കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ പറയണ, സയന്റിഫിക് ആയിരുന്നുകൊണ്ട് നമുക്ക് എൻ്റെ ഡീപ്പർ ലെവലിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് കിട്ടുന്നത്. നമ്മൾ പറയില്ലേ പോസിറ്റീവ് തിങ്കിങ് വേർഡ്സ്, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ജസ്റ്റ് ലൈക്ക് മെൻ്റൽ എക്സസൈസായി മാറിപ്പോവും. അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ റെഗുലേഷൻ സ്കില്ല് കൊണ്ടുവരണം. ആ ഇമോഷണൽ റെഗുലേഷൻ, ഇമോഷണൽ മാനേജ്മെൻറ്റ് നമ്മൾ അല്ലെങ്കിൽ അതിനെ റീസെറ്റ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ജസ്റ്റ് ഒരു എക്സസൈസായി മാറും. അപ്പം നമുക്ക് വേണ്ട ഒരു എക്സസൈസ് അല്ല, നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞത് പറഞ്ഞത് മുതൽ ഞാൻ പറയാണ്, നമുക്ക് വേണ്ടത് ഒരു ആ ഇമോഷന്, ആ ട്രിഗറിങ് പാറ്റേണിനെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഒരു ഡീപ്പർ ലെവൽ വർക്ക് ചെയ്താലാണ് ഇത് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. ഒരു റീസെറ്റ് ഇമോഷണൽ ഫോർമുല ഞാൻ പറയാം. നമ്മൾ നമ്മൾ ഇപ്പോൾ നമ്മൾ പറയില്ലേ, സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ, അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്തിരുന്നിടത്തൊക്കെ പറയും, അബൻഡൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിലേക്ക് എന്താണ് ട്രിഗർ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ ഡീപ്പർ ലെവലിൽ വർക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അബൻഡൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ
നമ്മുടെ അതായത് ഇപ്പൊ പെരിഫറൽ സർഫസ് ലെവലിൽ നമ്മൾ അബണ്ടൻസ് കൊള്ളാം, അബണ്ടൻസ് ഒത്തിരി കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരും, അതിന് ഒരുപാട് എന്താ പറയണ്ട മണി കൊണ്ടുവരും, മെറ്റീരിയലിസ്റ്റിക് ആയുള്ള സക്സസ് കൊണ്ടുവരും, ഒരു നല്ല ആളുകളെ കൊണ്ടുവരും, ഇഷ്ടംപോലെ സ്നേഹം, നല്ല എൻവയോൺമെന്റ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാനുള്ള ഫ്രീഡം, ഇതെല്ലാം അബണ്ടൻസ് ഇത് നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത് നമ്മളുടെ സർഫസ് ലെവൽ. ഡീപ്പർ ലെവലിൽ അപ്പേഴ്സ് നടക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മളത് ശ്രദ്ധിക്കത്തില്ല. എവിടെയോ എവിടെയോ നമ്മുടെ സബ് കോൺഷ്യസ് തലത്തിലൊക്കെ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു ഫിയർ, അത് ആൻസിസ്റ്റർ എന്ന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തതായിരിക്കാം, എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടിയതായിരിക്കാം, നമ്മളുടെ മെമ്മറീസിൽ നിന്ന് കിട്ടിയതായിരിക്കാം, നമ്മുടെ ബിലീഫ് ലൂപ്പിൽ നിന്ന് വന്നതായിരിക്കാം, ഫെയ്ത്ത് ലൂപ്പിൽ നിന്ന് വന്നതായിരിക്കാം, തോട്ട്സ് ലൂപ്പിൽ നിന്ന് വന്നതായിരിക്കാം, നമ്മുടെ നൈബേഴ്സ് പറഞ്ഞതായിരിക്കാം, എങ്ങനെയൊക്കെ നമ്മളിലേക്ക് കയറി വന്നിട്ടുള്ള ഓൾഡ് സ്റ്റോറി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഒരു തൽക്കാലം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൽക്കാലം ഡീപ്പർ ലെവലിൽ നമ്മളത് ആ ഇമോഷനിൽ വർക്ക് ചെയ്താൽ മാത്രമേ പെർമനന്റ് സൊല്യൂഷൻ ആവുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിന്ന് പറയുന്നുണ്ടാവും. ആ ഒരു പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഞാനിപ്പം ഇത് ഒരു 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 10-15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തൽക്കാലം എന്തൊക്കെ റീസെറ്റ്, ഇമോഷൻ റീസെറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും, ഞാൻ പറയുന്നുണ്ടാവും. നമുക്ക് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് റെസ്പോണ്ട് എഫേർട്ട് എലോൺ, നോട്ട് റെസ്പോണ്ട് എഫേർട്ട് എലോൺ. അതായത് നമ്മളിടുന്ന എഫേർട്ടിനനുസരിച്ചിട്ടുള്ള അല്ല മണി നമ്മളിലേക്ക് വരുന്നത്. എഫേർട്ട് മാത്രം പോരാ, എഫേർട്ട് മാത്രം പോരാ, ശ്രദ്ധിച്ച് കേൾക്കണേ. അതിൻ്റെ കൂടെ എനർജിയും കൂടെ വേണം. ഇറ്റ് റെസ്പോൺസ് ടു എനർജി. മണി എപ്പോഴും എനർജിയുമായിട്ടാണ്, മണി ഒരു എനർജിയാണ്. അപ്പോൾ ആ എനർജിയുമായിട്ട് ആ ഒരു പാറ്റേണിൽ ചിന്തിക്കുകയാണെങ്കിൽ, അപ്പോൾ ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഈ എനർജി കോൺഷ്യസ് ആണോ? അവർ സക്സസ് ആകാനുള്ള കാരണം തന്നെ അവരുടെ എനർജിയാണ്, ലെവൽ ഓഫ് എനർജിയാണ്. വളരെ ഹാപ്പി ആയിരിക്കുന്ന ആൾക്കാർ, കാശ് അബണ്ടൻസിൽ ജീവിക്കുന്ന ആൾ ഇത്രയും പൈസ വന്നുകൊണ്ടാണല്ലോ ഹാപ്പി ആയിരിക്കുന്നത്. ഹാപ്പി ആയതുകൊണ്ടാണ് മണി വന്നത്, ആ എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി വർഷങ്ങളോളം പഠിച്ചു എന്ന് തന്നെ വയ്ക്കുക, പക്ഷേ ഇമോഷണൽ വൈബ്രേഷൻ സ്കേഴ്സിറ്റിയിലാണെങ്കിൽ ഒന്നും നടക്കില്ല. ആക്ഷൻസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസ്ലി സബോട്ടേജ് യുവർ സക്സസ്. നമ്മുടെ ആക്ഷൻ ഒരിക്കലും, നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രാറ്റജി പഠിക്കുന്നു, എഫേർട്ട് ഇടുന്നു, ഗ്രേറ്റ് എഫേർട്ട് ഇടുന്നു, അതിനുവേണ്ടി ആളുകളെ കാണുന്നു, പക്ഷെ നമ്മുടെ എനർജി ആൻഡ് വൈബ്രേഷൻ, ഇമോഷൻ, ലെവൽ ഓഫ് ഇമോഷൻസ് സ്കേഴ്സിറ്റിയിലാണ്, എനർജി സ്കേഴ്സിറ്റിയിലാണെങ്കിൽ വർക്കാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ചുറ്റും തന്നെ ധാരാളം ആൾക്കാരെ കാണും, എത്രയോ ബിസിനസ് ചെയ്തു പക്ഷേ സക്സസ് ആവുന്നില്ല, എത്രയോ എന്താ പറയണ്ട, പിന്നെ ആളുകളുമായിട്ട് ചേർന്ന് പുതിയ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നുണ്ട്, മണി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ പോയി മണിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പക്ഷേ ബട്ട് സ്റ്റിൽ ബിസിനസ് സക്സസ് ആവുന്നില്ല, അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ പറ്റുന്നില്ല. ഈ ഒരു സംഭവം അവിടെ ലാക്ക് ആവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ കറക്റ്റ് അലൈൻമെന്റിലേക്ക് വരാത്തത് കൊണ്ടാണ്. എഗെയിൻ ഞാൻ ഒരിക്കൽ കൂടെ പറയണം, മണി മിറേഴ്സ് യുവർ ഇമോഷൻ. ഇത് ബൈ ഹാർട്ട് ആക്കിങ് വെച്ചിരുന്നാൽ നമ്മൾ എപ്പോഴും അവെയർ ആവും. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മൾ പറയണ്ടോ അത്രയും എനിക്ക് പറ്റത്തില്ല, മണിയുടെ കാര്യം വരുമ്പോഴാണ്. അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊന്നും എനിക്ക് എത്ര ഞാൻ കൂട്ടിയാലും, എസ്പെഷ്യലി ബ്രെഡ് വിന്നേഴ്സ്, ഫാമിലിയിൽ കാശുണ്ടാക്കുന്ന ആൾ, മണി ഏൺ ചെയ്യുന്ന ഒരാളാണ്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ കഴിവിൻ്റെ മാക്സിമം. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇതെല്ലാം വരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ബിലീഫ് വളരെ സ്ട്രോങ് ആയതുകൊണ്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ലോക്ക് ചെയ്യും ഈ ഒരു, അതായത് അതായത് നമ്മുടെ ഈ തരത്തിലുള്ള ഫിനാൻഷ്യൽ ഫ്രീക്വൻസിയിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വേർഡ്സിൽ ലോക്ക്ഡാണ് ഇപ്പോൾ. നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രീക്വൻസി അവിടെ കടന്നു പോകും, കാരണം ഈ വേർഡ്സ് അവിടെ ലോക്ക് ചെയ്തിട്ടേക്കാണ്. എനിക്കിത് ഐ കാണ്ട് അഫോർഡ് ദിസ്, ഇതെനിക്ക് വാങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളത് പറയൂല, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കീപ്പ് ഓൺ സെയിങ് ദിസ് സെയിം തിങ്. ഉള്ളിൽ പറയൂ, വേണ്ട വേണ്ട, മണിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട എന്ന് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളിലേക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ റിസീവ് ചെയ്യാനുള്ള
അപ്പോൾ പലർക്കും ഈ റിസീവ് ചെയ്യാനുള്ള ആ റിസീവിങ് പോർട്ടൽ എന്ന് പറയുന്ന സാധനം പെർമനന്റ് എന്താ പറയേണ്ടത്, ക്ലോസ്ഡ് ആണ്. അപ്പൊ അവിടെ നിറയെ ആ ക്ലോസ്ഡ് ആയിരിക്കുന്ന ആ പോർട്ടലിനകം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഹെറിറ്റഡ് ഇമോഷൻസ് ഓഫ് ഫിയർ, ഗിൽറ്റ് ആൻഡ് അൺവർത്തിനെസ്, അതാണ് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്നത്, നിറയെ കിടക്കുന്നത് അതാണ്. നമ്മൾ ഈ ഈ ഇമോഷനുമായിട്ട് അലൈൻഡ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫിനാൻഷ്യൽ പാറ്റേണേ വരുള്ളൂ. മണി വരും, ഒരിക്കലും നമ്മൾ ചെയ്യുന്ന വർക്കിൽ നിന്ന് മാത്രമല്ല. ഇറ്റ് കംസ് ഫ്രം, മണി ഡസൻ കംസ് ഫ്രം വർക്ക് അലോൺ, ഇറ്റ് കംസ് ഫ്രം വർത്ത് ആൻഡ് വർത്ത് ഈസ് ആൻ ഇന്നർ വൈബ്രേഷൻ. വർത്ത് ഈസ് ഇക്വൽ ടു മണി എന്നാണ് പറയുന്നത്, സെൽഫ് വർത്ത്. അപ്പൊ ആ വർത്ത് അനുസരിച്ച്, അപ്പൊ ഞാൻ അവനൊരു എക്സാമ്പിൾ പറയാം. ഈ അടുത്തൊരു ദിവസം എൻ്റെ അടുത്ത് മെൻറ്ററിങ് ലൈഫ് കോച്ചിങ്ങിനെ കുറിച്ച് എൻക്വയറി ചെയ്ത ഒരു 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 ലേഡി, ഷീ ഈസ് വെരി സക്സസ്ഫുൾ. ഇൻസ്റ്റയിൽ, ഞാൻ യൂട്യൂബ് അതിലൊക്കെ ഞാൻ അത്രയും കോൺഷ്യസ് ആയിരുന്നില്ല ഇൻ മൈ ഇനീഷ്യൽ സ്റ്റേജ്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ കുറച്ചു കാലം സർക്കാർ സർവീസിലൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു. രണ്ട്, ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ അൽഗോരിതം ലേൺ ചെയ്ത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, അത് ഭയങ്കര നീഡാണ് ഈ ഒരു, എസ്പെഷ്യലി ഈ കാലഘട്ടത്തിൽ. ഞാൻ അതിൽ കോൺഷ്യസ് അത്ര ആയിരുന്നില്ല. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ, എസ്പെഷ്യലി ഇൻസ്റ്റഗ്രാമിൽ എന്നേക്കാൾ 3-4 മടങ്ങ് ഫോളോവേഴ്സ് ഉള്ള, ഇന്റർനാഷണലി, ഒരു ഇന്ത്യയിലല്ല, ഷീസ് എ മലയാളി ബട്ട് ഷീസ് ലിവിങ് ഇൻ അബ്രോഡ്, ഒരു UAE-ലല്ല, വേറൊരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോച്ച് എന്നെ കണക്ട് ചെയ്തു. അപ്പോൾ മെൻറ്ററിങ് പഠിക്കണം, ലൈഫ് കോച്ചിങ് ഗ്രാജുവേഷൻ എടുക്കണം, ഇതൊക്കെ പറഞ്ഞ് സംസാരിച്ചു. വെരി സക്സസ്ഫുൾ ആണ് അവരുടെ ഫീൽഡിൽ. അവർ നന്നായിട്ട്, ഞാൻ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ല വാല്യൂ ആഡഡ് ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട്, വളരെ ഓർഗനൈസ്ഡ് പേഴ്സൺ, വളരെ നമുക്ക് തോന്നുന്ന നല്ല എനർജി ഉള്ളൊരു, നമുക്ക് കാണുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്ന ഒരു ഫേസ് എല്ലാമാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞാണ്, മാം, ഞാൻ കൊടുക്കുന്ന വാല്യൂവിനെ കുറിച്ച് എനിക്കറിയാം, പക്ഷേ എന്നെ കൊണ്ട് കാശ് വാങ്ങാൻ പറ്റില്ല. 1000 രൂപ തന്നെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്കിത് അവർക്ക് തരാൻ പറ്റുമോ? എനിക്ക് ക്യാഷ് എനിക്ക് വാങ്ങാൻ പറ്റുന്നേ ഇല്ല. ഞാൻ നന്നായിട്ട് പൈസ വാങ്ങി തുടങ്ങിയിരുന്നെങ്കിൽ എനിക്കിന്ന് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, എൻ്റെ കമ്മ്യൂണിറ്റി ഇത്രയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട്, ഒത്തിരി എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എവറിത്തിങ് ഈസ് ഓൾ സെറ്റ്. ബട്ട് മണി ചോദിച്ചു വാങ്ങാനോ പൈസ പറയാനോ ആ പൈസ എനിക്ക് കിട്ടുമെന്ന് വിശ്വസിക്കാനോ ആൾ തയ്യാറല്ല. അപ്പം ഞാൻ ഓർക്കുകയാണ്, ഇതൊരു സെൽഫ് വർത്തിൻ്റെ വിഷയമാണ്. ഇത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾക്ക് വർത്ത് ഉണ്ടെങ്കിൽ എനിക്ക് ആ കാശ് ചോദിക്കാൻ പറ്റും, റിസീവ് ചെയ്യാൻ എനിക്ക് പറ്റുമെന്നുള്ള ആ ഒരു ബിലീഫ് ആൻഡ് ട്രസ്റ്റ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ സെൽഫ് വർത്തിലൂടെയാണ് അത് വരുന്നത്. അപ്പം ഈ റിസീവിങ് മോഡൽ, ആ റിസീവിങ് പോർട്ടൽ പെർമനൻ്റ്ലി ഷട്ട് ആക്കി വെച്ചിരിക്കുകയാണ്. ബിസിനസ് ചെയ്യുന്ന എത്രയോ സ്ത്രീകളെ എനിക്കറിയാം, പക്ഷെ ചോദിക്കാൻ മടിയാണ്. ഈ ചോദിക്കണമെങ്കിൽ നമ്മുടെ ആ വൈബ്രേഷൻ ലെവൽ ഉയരണം, എൻ്റെ സെൽഫ് വർത്ത് ഉയരണം, എൻ്റെ സെൽഫ് വാല്യൂ ഉയരണം. ഇതില്ല, എൻ്റെ ഇമോഷൻസ് ഇപ്പോഴും അതെന്തുകൊണ്ട് ഉയരാത്തതെന്ന് വെച്ചാൽ, എൻ്റെ ഇമോഷൻസ് ടൈഡപ്പ് ആയിട്ട് കിടക്കുന്നത് ഈ ഫിയറിലും ഷെയിമിലുമാണ്. ഈ ഫിയറിലും ഷെയിമുള്ളവരൊരിക്കലും ചോദിക്കത്തില്ല. കാരണം എനിക്ക് പോകത്തില്ല, അത് സ്ത്രീയും അതെ, പുരുഷന്മാരും അതെ, ചോദിക്കത്തില്ല. എൻ്റെ തന്നെ വളരെ എൻ്റെ തന്നെ ക്ലോസ് ഫാമിലി ഉള്ള ഒരാൾ, അപ്പം വെരി ക്രിയേറ്റീവ് പേഴ്സൺ, ഔട്ട്സ്റ്റാൻഡിങ് ആണ് ആളുടെ പ്രോഡക്റ്റ്, ക്രിയേറ്റിവിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും ബ്രില്യൻ്റ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്, ടൈമിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല എന്നേ ഉള്ളൂ. ഈ ക്രിയേറ്റീവ് പീപ്പിളിലെല്ലാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, വർക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കൊടുക്കും, ക്യാഷ് ചോദിക്കുകയില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, ആളിനെ ഞാൻ പറയാം, എൻ്റെ ബ്രദർ തന്നെയാണ്, വെരി ക്രിയേറ്റീവ് പേഴ്സൺ,
വർക്ക് ചെയ്ത് കൊടുക്കും. കുറച്ച് ഡിലേ ആവും, പൈസ ചോദിക്കുക. ഞാൻ ചോദിച്ചു, നീ ആ കാശ് വാങ്ങിയ? ഇല്ല, എനിക്ക് ചോദിക്കാൻ പറ്റില്ല. ഞാൻ കാശ് വാങ്ങില്ല, ഞാൻ ചോദിക്കൂല, ഞാൻ എന്നെങ്കിലും അവർ തരുമ്പോൾ വാങ്ങും. ഇത് പക്ഷേ ഞാനിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ഒരുമിച്ച് കുറേ കാര്യം അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് 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 ഇപ്പോൾ അവൻ അതിനൊരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പറയാം. അതൊരു ടെക്നിക്കലി അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെയാണ് ഇപ്പം വേറെ ആളിനെ വെച്ചിട്ടുണ്ട്, സ്റ്റാഫാണ് അത് മാനേജ് ചെയ്യുന്നത്. കാരണം ആ പോർട്ടൽ, റിസീവിങ് പോർട്ടൽ പെർമനൻ്റ്ലി ക്ലോസ്ഡ് ആണ്. ആ ക്ലോസ് ആവുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും സെൽഫ് വർത്ത് ഫീൽ ചെയ്യത്തില്ല. എന്തൊക്കെ കഴിവുണ്ടെങ്കിലും ആ കഴിവുകളുടെ മുകളിൽ തന്നെ ഈ ഡൗട്ടും ഫിയറും ഷെയിമും അൺവേർത്തിനെസ്സും നമ്മളിലേക്ക് വരും. അപ്പം അതാണ് ഞാൻ ഈ ഇമോഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എങ്ങനെയാണ് നമ്മൾ മാറ്റുക എന്നുള്ളതാണ്. ഇനോ ഇവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, അതായത് തോട്ട്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ചാർജാണ്. അതായത് ഇമോഷൻസ് എന്ന് പറയുന്ന ഒരു മാഗ്നറ്റിക് ചാർജ്. ക്വാണ്ടം ഫീൽഡിൽ തോട്ട്സ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ ചാർജ്. ഇങ്ങനെ ചിന്തിക്കണേ. ഞാൻ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ആണ് ഇത് പറയുന്നത്. ജോ ഡിസ്പെൻസയുടെ സൂപ്പറായിട്ടുള്ള ഒരു ടീച്ചിങ് ആണിത്. ഇമോഷൻസ് എന്ന് പറയുന്ന മാഗ്നറ്റിക് ചാർജാണ്. ഇത് രണ്ടും കൂടി വർക്ക് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചർ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരണം. അപ്പോൾ ഇവിടെ വേർഡ്സിൽ നമ്മൾ ഒന്ന് പറയും, ഫീൽ ചെയ്യുന്ന വേറെ ആണെങ്കിൽ നമുക്ക് വർക്കാവില്ല. ഇനി ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഉള്ളിൽ വേറൊന്നും പറയുന്നത് വേറൊന്നും. അഫമേഷൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്? അയ്യോ, എനിക്കത് വാങ്ങാൻ പറ്റൂ, എനിക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റൂ, എനിക്ക് അവിടെ പോകാൻ പറ്റൂ. ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് സംഭവം ഇവിടെയാണ് ഈ കോൺട്രഡിക്ഷൻ നമുക്ക് വരുന്നത്. നമ്മൾ ഇത്രയും കാലം അഫർമേഷൻ ചെയ്തല്ലോ, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചറിലേക്ക് നമ്മൾ എത്തുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഇത്രയും കാലം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തല്ലോ, അപ്പം ഇതൊന്നും സത്യമല്ലേ? എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, മാഡം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറയുന്നത് കുറേ കാലം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു. നാട്ടിൽ ഒരു ടൈലറിങ് യൂണിറ്റ് നടത്തുന്ന ഒരു കക്ഷിയാണ്, മിടുക്കിയാണ്, നല്ല സുന്ദരമായിട്ട് ഫാഷൻ ഡിസൈനിങ് ചെയ്യും. ഇപ്പം ഞാൻ തന്നെ ഞാൻ ഇടുന്ന ചില ഡ്രസ്സുകൾ, ഒറ്റ സെക്കൻഡ്. അതായത് ഓക്കെ, ഈ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ അത് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്. അങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ബിസിനസ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ എഫേർട്ടും ഇട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മെഡിറ്റേഷൻ, 5 മണിക്ക് അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് ചെയ്യും, അത് അത് കഴിഞ്ഞ് അഫർമേഷൻ പറയും, എന്നിട്ട് ഈ ബുക്ക് എന്ന് പറയും, ബുക്ക് എടുത്ത് വലിയ ബുക്കിനെ കാണിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും. ഇനി ഞാൻ എന്താണ് മാഡം ചെയ്യേണ്ടത്? ഈ ഒരു വർഷം ഞാൻ ചെയ്തില്ലേ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ചെയ്യുന്ന സമയമൊക്കെ ഞാൻ ഭയങ്കര എനർജിയിലാണ്. ഇത് ചെയ്യുന്ന അല്ലാത്ത സമയത്തൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഉള്ള സത്യം ഞാൻ പറയാമല്ലോ, കടയിൽ ആൾ വരണ്ടേ, എനിക്ക് പേടിയാണ്. ആൾ വന്നില്ലേ എന്ത് ചെയ്യും, കച്ചവടം നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ മാസത്തെ വാടക. എന്നെ അലട്ടുന്ന ഒരൊറ്റ പ്രശ്നം. ഞാൻ ചോദിച്ചു, എന്താണ് കൂടെ ചിന്തിക്കുന്നത്? നോർമലി വരുന്ന തോട്ട്സ്, വാടക കൊടുക്കുന്ന കാര്യം, അല്ലാതെ പിന്നെ എന്താ, കയ്യിൽ നിന്നല്ലേ എടുത്ത് വാടക. ഇതാണ് തോട്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഇതിലേക്ക് പോകുന്നത്? നമ്മളെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതൊരു ട്രൂത്താണ്. അപ്പം നമ്മുടെ ഇമോഷൻസ്, നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എഫർട്ട് പ്ലസ് എനർജി ഈസ് ഈക്വൽ ടു അബൻഡൻസ് ഓർ മണി. എഫർട്ടും എനർജിയും വേണം. ഈ എഫർട്ട് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എനർജി മാത്രം എടുത്തുകൊണ്ടും കറക്റ്റ് ആക്ഷൻ ഇല്ലെങ്കിലും റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ സ്കേഴ്സിറ്റിയുടെ ഒരു കോൺട്രാക്റ്റഡ് സ്റ്റേറ്റ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് വെൻ വി ലിവ് ഇൻ സ്കേഴ്സിറ്റി ഇമോഷൻസ്, അതായത് ഫിയർ, ആങ്സൈറ്റി, കൺട്രോൾ, ഷെയിം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി കോൺട്രാക്റ്റ് ചെയ്യും.
ബോഡി കോൺട്രാക്ട് ചെയ്യുമ്പം ബോഡിയിലൂടെയാണ് ഈ എക്സ്പ്രഷൻസ് ഒക്കെ നടക്കുന്നത്, വൈബ്രേഷൻസ് പോകുന്നത് പ്രപഞ്ചത്തിലേക്ക്. നമ്മൾ ഈ ഇത് അയക്കുന്ന സിഗ്നൽ അയക്കുന്നത് നമ്മുടെ ഇമോഷൻ ത്രൂ ബോഡി, ആ വൈബ്രേഷൻ നടക്കുന്നത് ബോഡിയിലാണ്. ഈ ഇമോഷൻ വരുമ്പോൾ ഉള്ള വൈബ്രേഷൻ എന്തായിരിക്കും? നമ്മൾ ശൃംഗൻ ചെയ്യും. പിന്നെ ആ വൈബ്രേഷൻ പോവില്ല. പോകുന്ന വൈബ്രേഷൻ എന്താ? അയ്യോ ഇല്ലല്ലോ, അയ്യോ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? കൂടുതൽ ഇല്ല കയറി വരും, കൂടുതൽ എന്ത് ചെയ്യും? കൂടുതൽ ഫിയർ. പിന്നെ വരുന്ന ആരെങ്കിലും തരാനുള്ള ഒരു, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു പക്ഷെ ഒരിക്കൽ പറഞ്ഞൊക്കെ തീർത്തതായിരിക്കും. വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് എനിക്ക് തരാനുള്ള ബാക്കി പൈസ ഇന്ന് എനിക്ക് തരണേ. വഴിയെ പോകുന്നവരെല്ലാം ഓടി വന്ന് രണ്ട് വഴക്കുറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അറിയ പോലും ഇല്ല. ചില ദിവസം നമ്മൾ വിചാരിക്കില്ലേ, ഓ ഇന്നത്തെ ദിവസം എല്ലാം മോശമാണ്, രാവിലെ തൊട്ട് കാരണം രാവിലെ തൊട്ടേ ഇതാണ്, ഇങ്ങ് കൊണ്ടുപോയോ കൊണ്ടുപോയോ നമ്മളിരുന്ന് വിളിക്കുകയാണ്. വെറുതെ പോകുന്നവർ പോലും വണ്ടി നിർത്തി വീട്ടിലിറങ്ങി വന്ന് രണ്ട് രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകും. വൈകുന്നേരം ആകുമ്പോൾ ഇന്നത്തെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു ആണ്. കാരണം നമ്മൾ രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഈ വല്ലാത്ത രീതിയിലാണ്. കോൺഷ്യസ് എഫർട്ട്, കോൺഷ്യസ് എഫർട്ട്. ദ നെർവസ് സിസ്റ്റം എൻറ്റേഴ്സ് സർവൈവൽ മോഡ്. ഇതിങ്ങനെ വരുമ്പോൾ തന്നെ ബോഡി ശൃംഖം ചെയ്യും. ബോഡി വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ശൃംഖം ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. നെർവസ് സിസ്റ്റം ന്യൂറോൺസ് ബ്രെയിൻ സർവൈവൽ മോഡിൽ വരും. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഈ ക്രിയേറ്റിവിറ്റിയും ഡിസിഷൻ മേക്കിങ്ങും എടുക്കുന്നത് ഷട്ട് ഡൗൺ ആവും. പിന്നെ ഒരു നല്ല തീരുമാനം പോലും വരില്ല, ഇവിടെ അങ്ങ് പൂട്ടിക്കെട്ടും. ദെൻ എനർജി ഫീൽഡ് കംപ്ലീറ്റ് ക്ലോസ്ഡ്. ഇതാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. വെറുതെ വേറൊന്നും പറയണ്ട, വേറൊന്നും വേണ്ട. നമ്മളിങ്ങനെ ഉള്ളിൽ പറയണം, ഇതെന്നെ കൊണ്ട് പറ്റുമെന്ന് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇത് നമ്മൾ ചിന്തിച്ചു പോയില്ലേ? ഇങ്ങനെ ഇങ്ങനെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇമോഷൻസ് സൂക്ഷിച്ചും ജീവിക്കുന്ന നടക്കുന്ന കാര്യമില്ല നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഞാൻ ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു 25 വർഷം കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളും ആളുകളുമായിട്ട് 1-to-1 കൺസൾട്ടേഷൻ എടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം, മലയാളികൾക്കാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നമ്മളുടെ ഒരു കൾച്ചർ അങ്ങനെയാണ്. നമ്മൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മളെ വളർത്തിയിട്ടില്ല. നമുക്ക് കുട്ടിക്കാലത്ത് എല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും ഇത് ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ജീവിതത്തിലേക്ക് ഇങ്ങനെ എടുത്തെറിയപ്പെടും. അപ്പോൾ കുറേ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല. മറിച്ച് യൂറോപ്യൻസിനെ എടുത്ത് നോക്കണം. അവർ കുട്ടിക്കാലം മുതൽ അവരെ റെസ്പോൺസിബിലിറ്റി കൊടുക്കും. അവരെ ജീവിതത്തിൻ്റെ ഇമോഷൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്ക്, ചിന്തകളുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക്, മണി ഉണ്ടാക്കുന്നത് അവരുടെ കാര്യം. അപ്പം അവരെന്ത് ചെയ്യും? ആ രീതിയിൽ മോൾഡ് ചെയ്ത് വരുന്നതുകൊണ്ട് അത്രയും പ്രശ്നം വരില്ല. അതുകൊണ്ടാണ് അമേരിക്കക്കാരെല്ലാം വലിയ ബില്യണേറും ട്രില്യണേഴ്സും ആകുന്നത്. ഇന്ത്യയിലുള്ളവർ ആ രീതിയിൽ ജീവിച്ചവർ സക്സസ് ആവുകയും ചെയ്യും. ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം യൂസഫ് അലി എന്തുകൊണ്ട് യൂസഫ് അലി ആയെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിൻ്റെയും സക്സസിൻ്റെയും ഫെയിലുവറിൻ്റെയും തോട്ട്സിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതുകൊണ്ടാണ്. ജീവിതം ഇത് എൻ്റെ കാര്യമാണ്, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ അയ്യോ എനിക്ക് എന്ത് ചെയ്യും, എനിക്ക് കിട്ടൂലല്ലോ, എനിക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഹൗ ക്യാൻ ഐ റീച്ച് ദാറ്റ് പൊസിഷൻ, എനിക്ക് ആ അഫോർഡബിലിറ്റിയിലേക്ക് എനിക്ക് എങ്ങനെ എത്താൻ പറ്റും? മാറി ചിന്ത. എനിക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ഒരൊറ്റ തോട്ട് കൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് മാറി. അങ്ങനെ ഇമോഷൻസ് മാറി പെർമനൻ്റ് ആയിട്ട് നമ്മൾ ആ തോട്ടിലേക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ ആ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും, ആ കോർട്ടെക്സിൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഇതിനെയാണ് ഔട്ട് ഓഫ് വോർട്ടെക്സ് എന്ന് പറയും. വോർട്ടെക്സ് അതായത് നമ്മൾ ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ന്യൂ ഐഡിയാസ് വരത്തില്ല, കൊളാബറേഷൻസ് നടക്കത്തില്ല, ഓപ്പർച്യൂണിറ്റീസ് വരത്തില്ല. പാത്വേ എന്ന് പറയുന്നത് അതായത് ഈ മണി പാത്വേ എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് വർക്കാനേ പറ്റത്തില്ല. ലോ ഫ്രീക്വൻസി ഫീൽഡിൽ ലോ ഫ്രീക്വൻസി ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം ഇതാണ്. സോ നമുക്ക് ഓഫ് കോഴ്സ് അൺഎക്സ്പെക്റ്റഡ് ബിൽസ്, ഡിലേഡ് പേയ്മെൻറ്റ്, മിസ്ഡ് ചാൻസസ്, ഇതെല്ലാം വീണ്ടും വീണ്ടും സംഭവിക്കും. അപ്പം ഇതിനെയാണ് ഔട്ട് ഓഫ് ദ വോർട്ടെക്സ് എന്നാണ് പറയുന്നത്. വോർട്ടെക്സ്, ഔട്ട് ഓഫ് ദ വോർട്ടെക്സ്. ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ സമയത്തെ വൈബ്രേഷൻ അബണ്ടൻസുമായിട്ട് ഒട്ടും മാച്ച് ആവത്തില്ല. ഇതിന് പകരം ഒരു എക്സ്പാൻഡഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകണം. അബണ്ടൻസ്
ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രാക്ട് സ്റ്റേറ്റ് ആണ്. ഇനി എക്സ്പാൻഡ് സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് പറയാം. ആ എക്സ്പാൻഡ് സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള സ്റ്റെപ്സും കൂടെ നോക്കാം. സമയം തീരാറായി. എക്സ്പാൻഡ്, അതായത് നമ്മൾ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡ്, ജോയ്, ട്രസ്റ്റ്, ഫ്രീഡം, ലവ്, ഇതെല്ലാം എക്സ്പാൻഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന ഇമോഷൻസ് ആണ്. ഈ ഇമോഷൻസ് നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ ബോഡി റിലാക്സ്ഡ് ആവും, നമ്മൾ അതായത് മൈൻഡ് ഓപ്പൺ ആവും. ബോഡി വൈബ്രേറ്റ് ചെയ്യും, പോസിബിലിറ്റീസിലേക്ക്, അവസരങ്ങളിലേക്കും ഓപ്പർച്യൂണിറ്റിയിലേക്കും മണിയിലേക്കും ഒക്കെ ഓക്കെ ആകുന്ന വൈബ്രേഷനിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള, ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. ദെൻ ഓപ്പർച്യൂണിറ്റി നമുക്ക് മറ്റേ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വന്നാലും ഒരു വ്യക്തി നമ്മൾക്കൊരു നല്ല അവസരം ആണ്, ആ വ്യക്തിയുമായിട്ട് നമ്മൾ നന്നായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു അവസരം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾക്ക് എന്താ ഒരു ത്രെട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റിലാണെങ്കിൽ ഓപ്പർച്യൂണിറ്റി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സേഫ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ട്. അതാണ് നമ്മുടെ ഉള്ളിലൊരു സേഫ്റ്റി ഒരു ഫീൽ ഗുഡ് കെമിക്കൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോട്ടിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ ആക്ഷൻസിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇവിടെയാണ് നമ്മൾ ഫ്യൂച്ചർ റിഹേഴ്സ് ചെയ്യുന്നത്. ഈ തരത്തിലേക്ക് ഒരു അവസ്ഥയിൽ നമ്മൾ ടോട്ടലി വന്നിട്ട് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ട്രിഗറിങ് ചെയ്യുന്ന, അതായത് ഈ ഒരു റിഹേഴ്സിങ് ദ ഫ്യൂച്ചർ എന്നാണ് ജോ ഡിസ്പെൻസ ഈ ഒരു പ്രോസസ്സിനെ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾക്ക് റിപ്പീറ്റഡ്ലി ഫീലിംഗ് ദ ഇമോഷൻസ് ഓഫ് അബൻഡൻസ് ബിഫോർ ഇറ്റ് അറൈവ്സ്. വീണ്ടും 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 അത് റിഹേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻഡ് ആയിരിക്കുന്ന നമ്മുടെ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, അതിന് ആ ട്രിഗറിങ് കുറഞ്ഞു കാരണം ന്യൂറൽ പാത്വേ പുതിയത് വരുവാണ്. റിപ്പീറ്റ് ചെയ്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡിസൈഡ് സ്റ്റേജിലേക്ക് പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെയാണ് മണി ഫ്ലോയിൽ അഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, സ്കേഴ്സിറ്റി ഫ്രീക്വൻസി നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഫ്രീക്വൻസി സ്കേഴ്സിറ്റിയിലാണെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും, റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അബൻഡൻസ് ഫ്രീക്വൻസിയിലാണെങ്കിൽ റിസപ്റ്റിവിറ്റി ഉണ്ടാവും, നമ്മൾ റെഡിയാണ് റിസീവ് ചെയ്യാൻ, ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, സിങ്ക്രണൈസിറ്റി സംഭവിക്കും. അപ്പോൾ നമ്മൾക്ക് എഫർട്ടായിട്ട് തോന്നിയല്ലോ, ഒരു അലൈൻമെൻറ്റിലേക്ക് എഫർട്ടും എനർജിയും പ്രോപ്പർ ആകുന്നു, അലൈൻമെൻറ്റിലേക്ക് ഈസി ആയിട്ട് നമ്മൾ റീച്ച് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഇമോഷണൽ റീസെറ്റ്, ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ടൈമില്ല, ഇമോഷണൽ റീസെറ്റ് കൂടെ മാത്രം പറയുന്നത്. നമുക്കത് ചെയ്യാൻ പറ്റുന്നതിന് നമ്മുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഏറ്റവും നമ്മുടെ ബോഡീനെ സേഫ് സിഗ്നൽ കൊടുക്കാനും ബോഡി പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്, ഫാസ്റ്റസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ബ്രീത്തിലൊന്ന് പോസ് ചെയ്യുക, ബ്രീത്തിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒന്ന് നിർത്തിയിട്ട് വേണം, അതായത് നമ്മൾ ഇരിക്കുന്ന ബ്രീത്തിനൊന്ന് പോസ് ചെയ്യണം. ദെൻ ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്യുക, സ്ലോലി എക്സെയിൽ ചെയ്യുക. എന്നിട്ട് നമ്മളോട് തന്നെ ആ നെർവ് സിസ്റ്റത്തിന് റിമൈൻഡ് കൊടുക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ പറയണം, ഐ ആം സേഫ്. ഒരു ഫിയർ കയറി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് വാങ്ങാൻ പറ്റുമോ, ഉടനെ തന്നെ നമ്മൾ ബ്രീത്ത് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ഡീപ്പ് ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ ചെയ്തിട്ട് ഞാൻ സേഫാണ്, ദിസ് ഈസ് ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റോറി റീപ്ലേയിങ്. പഴയ സ്റ്റോറി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്, പക്ഷെ ഇപ്പോൾ അങ്ങനല്ല സ്റ്റോറി. ഇത് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പോസ്, ടേക്ക് എ ഡീപ് ബ്രീത്ത്, ഇൻഹേൽ, ദെൻ ഈ ഒരു സംഭവം പറയണം, ഐ ആം സേഫ്, ദിസ് ഈസ് ജസ്റ്റ് ആൻ ഓൾഡ് സ്റ്റോറി റീപ്ലേയിങ്, ഇറ്റ് ഈസ് റീപ്ലേയിങ്. ഇതല്ല ഇപ്പോഴത്തെ എൻ്റെ സ്റ്റോറി. 2, നെയിം ദ ഇമോഷൻ. ആ ഒരു എന്താണോ നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്ന് എനിക്ക് വാങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞുള്ള അത് വരാനുള്ള റീസൺ എന്താണ് ചിന്തിക്കണം, അതിനെ ലേബൽ ചെയ്യണം. അത് ഫീൽ ചെയ്യുമ്പോൾ തന്നെ അത് ഗിൽറ്റ് ആണോ, അത് ഫിയർ ആണോ, അത് ഫ്രസ്ട്രേഷനിലാണോ, എന്തുകൊണ്ടാണ് ഞാനത് ആ ഒരു തോട്ട് എനിക്ക് വന്നത്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത എനിക്ക്, ഇമോഷൻ എനിക്ക് വന്നത്, അത് നമ്മൾ അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, അതിന് നെയിം കൊടുക്കണം, ലേബൽ ചെയ്യണം. Naming an emotion activate
ദ റാഷണൽ ബ്രെയിൻ ആൻഡ് റെഡ്യൂസ് ഇറ്റ് ചാർജ്. അതായത് ഫിയർ ആണ് നമുക്ക് വന്നതെന്ന് ഞാൻ നെയിം ചെയ്യണമെങ്കിൽ ബ്രെയിൻ, നമ്മുടെ റാഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യും. നമ്മളെ റാഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന, ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് ഓ ഫിയർ അതിൻ്റെ ആവശ്യമില്ല എന്ന് ബ്രെയിൻ തന്നെ, നമ്മളത് പറയുന്ന അനുസരിച്ച് ബ്രെയിൻ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിനിൽ അത് വർക്ക് കിടക്കുക, ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യും. അത് നെയിം ചെയ്താൽ, ആ ഇമോഷനെ നെയിം ചെയ്താലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ബ്രെയിൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ദിസ് ഈസ്, അപ്പോൾ നമ്മൾ ഫിയർ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പറയണം, ദിസ് ഈസ് ഫിയർ ഷോയിങ്. ഇത് പേടി കൊണ്ടാണ്, നോട്ട് മൈ ട്രൂത്ത്, ഇതല്ല സത്യം, ഇത് ജസ്റ്റ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന പേടിയാണ്, ഇതല്ല സത്യം. അപ്പോഴത്തന്നെ നമ്മൾ എന്താ പറയാ, അടിവരയിട്ട് നമ്മൾ പറയുന്നു ഇത് എൻ്റെ ഉള്ളിലുള്ള ഭയമാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ബ്രെയിൻ അത് വർക്ക് ചെയ്തോളും. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ്, ലൊക്കേറ്റ് ദ റൂട്ട്. ഇത് എവിടെ നിന്നാണ് വന്നത്? നമ്മളോട് ചോദിക്കുന്നത് എവിടെ നിന്നാണ് ഈ പേടി എൻ്റെ തലയിൽ കയറിയത്? വെൻ ഹാവ് ഐ ഫെൽറ്റ് ദിസ് ബിഫോർ? നേരത്തെ ഇത് എനിക്ക് എപ്പോഴാണ് തോന്നിയത്? നേരത്തെ എപ്പോഴൊക്കെ എനിക്ക് ഈ പേടി വരുന്നു? ഇത് എപ്പോഴാണ് ആദ്യം എനിക്ക് തോന്നിയത്? മണിയുമായിട്ട് ചിലപ്പോൾ ഒരു എന്താ പറയണ്ട, ഓൾഡ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് കുറവിൽ നിന്നായിരിക്കാം. അവിടെ നിന്നൊക്കെ ആയിരിക്കും ഈ സംഭവം വന്നത്. എവിടെ നിന്നാണ് എനിക്കത് വന്നത്? ലൊക്കേറ്റ് ദ റൂട്ട്. നാലാമത്തത് ഫ്രീക്വൻസി, ഷിഫ്റ്റ് ഫ്രീക്വൻസി ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ മൂവ്മെന്റ്. ഞാൻ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. എയ്തർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക, എമോഷൻ, എനർജി ഇൻ മോഷൻ, മൂവ്മെന്റ്. ഇമോഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് എനർജി ചേഞ്ച് ചെയ്യണമെങ്കിലും നമുക്ക് നമ്മളെ ഫിസിയോളജി ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. മൂവ് യുവർ ബോഡി, എയ്തർ സ്ട്രെച്ച്, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് എഴുന്നേറ്റ് നടക്കാം, അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് നോക്കാം, ഇൻവോൾവ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള അബൻഡന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ഒന്ന് എഴുതുക. അബൻഡന്റ് ആയിട്ടുള്ള സോ 3 തിങ്സ്. ഇപ്പൊ അബൻഡൻസ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, നമുക്ക് റിലേഷൻഷിപ്പ് ആകാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബൻഡൻസ് ആകാം. ഇപ്പൊ നമുക്ക് ബുക്സ് നമ്മൾ കൊണ്ട്, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ്, ഇതിലൊക്കെ അബൻഡന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ പെട്ടെന്ന് എടുക്കുക, എഴുതുക. ഇത് നമ്മുടെ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യും, ആ കോൺട്രാക്ഷനിൽ നിന്ന് എക്സ്പാൻഷനിലേക്ക് കൊണ്ടുപോകും. ദെൻ 5ാമത്തെ സ്റ്റെപ്പ്, റീഫ്രെയിമിങ് ദ ട്രൂത്ത്. ആ ട്രൂത്ത് എന്താണോ അത് നമ്മളൊന്ന് ഒന്നുകൂടെ റീഫ്രെയിം ചെയ്യും. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഐ ചൂസ് ടു സേ ഓപ്പൺ, ഞാൻ ഓപ്പൺ ആയിട്ടിരിക്കാമെന്ന് ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി ഒരു പേടിയെയും ഒരു ഡൗട്ടിനെയും ഞാൻ അലോ ചെയ്യത്തില്ല. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ എനർജി, നോട്ട് ദ വിക്ടിം ഓഫ് മൈ ട്രിഗേഴ്സ്. ഐ ആം ദ ക്രിയേറ്റർ ഓഫ് മൈ എനർജി, നോട്ട് ദ വിക്ടിം ഓഫ് മൈ ട്രിഗേഴ്സ്. ഈ ഒരു സംഭവം കൂടെ പറയാം. ഇപ്പം 5 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ സ്റ്റെപ്പുകൾ പറയാം. ഒന്ന്, ഇങ്ങനത്തെ തോട്ട് വരുമ്പോൾ, അതായത് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുന്ന, ഇമോഷൻ റീസെറ്റ് ചെയ്യുന്ന ഫോർമുലയാണിത്. ഒന്ന്, പോസ് ചെയ്യുക, ദെൻ ബ്രീത്ത്, ഇൻഹേൽ ലോങ് ആൻഡ് എക്സേൽ. 2, നെയിം ദ ഇമോഷൻ. ആ ഇമോഷനെ കണ്ടുപിടിക്കുക, എന്താണ് ഫിയർ, ഗിൽറ്റ്, ഫ്രസ്ട്രേഷൻ ഓർ ഡൗട്ട് എന്താണോ അത് നെയിം ചെയ്യുക. ദെൻ റാഷണൽ ബ്രെയിനിലേക്ക് അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പറയും ഇതൊരു ഫിയർ കൊണ്ടാണ്. ഫിയർ ആണെങ്കിൽ നമ്മൾ പറയും ഫിയർ കൊണ്ടാണ് എനിക്കിത് വരുന്നത്, ഇത് ട്രൂത്ത് അല്ല. ദെൻ 3ാമത്, ലൊക്കേറ്റ് ദ റൂട്ട്. ഇത് എവിടെ നിന്ന് സംഭവിച്ചു, എവിടെയാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. 4ാമത്തത്, ഷിഫ്റ്റ് ഫ്രീക്വൻസി ത്രൂ ഗ്രാറ്റിറ്റ്യൂഡ് ഓർ മൂവ്മെന്റ്. നമ്മുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മൂവ്മെന്റ് ചെയ്യാം. 5ാമത്തത്, റീഫ്രെയിം ദ ട്രൂത്ത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്, ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ ടൈം അലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ താങ്ക് യു സോ മച്ച് യുവർ പേഷ്യൻസ്. ആൻഡ് ഇതിൽ വർക്ക് ചെയ്യുക. 20, 21 ഡിസംബർ മാസത്തിൽ 2 ദിവസം ഈ ഇമോഷൻസ് എല്ലാം എങ്ങനെ ട്രിഗർ ചെയ്യണം, ഈ ഇമോഷൻസ് ട്രിഗർ ചെയ്താൽ എന്തൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിക്കുക, കംപ്ലീറ്റ് ഇമോഷൻസും ഹീൽ ചെയ്ത് പെർമനൻറ്റ് ക്ലോസ് ആക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. 20, 21 അല്ലെ രേഷ്മ? 20, 21 കൊച്ചിയിൽ. അതെവിടുത്തെ മണി ലൈഫിനെ ഹീൽ ചെയ്തു, വെൽത്തുമായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ റീബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ടൈം ലൈൻ തെറാപ്പി ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 3 or 4 എക്സ്ക്ലൂസീവ് തെറാപ്പീസ്
ഹൗ ടു ഡീൽ വിത്ത് മണി ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത് മണിയുമായിട്ട് റിലേറ്റ് ചെയ്ത് അധികം ആരും ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കാത്ത ഒരു ഇതാണ് ഞാൻ അവിടേക്ക് കൊണ്ടുവരുന്നത്. ആ ഹീലിയോ ലൈഫ് തന്നെ കുറച്ചുകൂടെ മോഡിഫൈഡ് ചെയ്ത വെർഷൻ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ എക്സ്ട്രാ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ വരുത്തിയിട്ടാണ് ഈ 2 ദിവസത്തെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ള. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. താങ്ക് യു സോ മച്ച്. ആൻഡ് 10 മണിക്കാണോ നമ്മുടെ ഇൻസ്റ്റ ലൈവ് ഉണ്ട്. ഇൻസ്റ്റ ലൈവിൽ ഇന്ന് പറയുന്ന വിഷയം ഇൻസ്റ്റ ലൈവിലെ സബ്ജക്റ്റ് എന്തായിരുന്നു രേഷ്മേ? ഐ എം സോറി, രേഷ്മ ഉണ്ടോ? ഇൻസ്റ്റ ലൈവില് ഒരു ഒരു നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ്, ഞാൻ ഇപ്പൊ നോക്കിയിട്ട് പറയാമേ സബ്ജക്റ്റ് എന്താണെന്ന്. ഐഡന്റിഫൈ യുവർ ഷാഡോസ്. ഷാഡോസ്, അതാണ് ഇത്. വെരി ക്ലോസ് ടു ദിസ് ഏരിയ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും അവിടെ വന്ന് ചോദിക്കാൻ പറ്റും ഇൻസ്റ്റ ലൈവില്. അപ്പൊ എന്തായാലും വരിക, ഷോപ്പ് യുവർ പ്രസൻസ് ദെയർ. താങ്ക് യു. 11 AM 11 മണി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ഉബണ്ടുവിൽ വീണ്ടും കാണാം. എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം പ്ലീസ്. I give you the sky, baby. I give you the sky. ഞാൻ ഒരു 5 മിനിറ്റ് എനിക്ക് താഴെ. ഓ, Give me yes. Mommy, give me yes. ഒന്ന് വൈകിട്ട് പ്രോഗ്രാം അല്ലേ? യെസ്. ഇന്ന് വൈകുന്നേരം നമുക്ക് ഇതിന്റെ ഫിനാലെയാണ്. തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് അറോറ 30 എല്ലാവരും ഇന്ന് വരണം. അല്ലാത്തവരും ഇതുവരെ അറോറ 30 വന്നിട്ടില്ലാത്തവരും ഇന്ന് വരിക. ഗ്രാൻഡ് ഫിനാലെയാണ് രാത്രി 8 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം. ഡോണ്ട് മിസ് ടുഡേ സെഷൻ. കാരണം നമുക്ക് സെഷൻസ് എടുത്ത ഒരു 20-ലധികം 25 കോച്ചുമാർ വരുന്നുണ്ടാവും. ദെൻ അവരെ ഓണർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ് അവർ എല്ലാവരും ഉണ്ടാവും. അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കാം. നെക്സ്റ്റ് പ്രോഗ്രാമിനെ കുറിച്ച് അനൗൺസ് ചെയ്യുന്നുണ്ടാവും. സോ പ്ലീസ് ജോയിൻ അവർ അറോറ 30 പ്രോഗ്രാം 8 o'clock. ഓക്കെ, നൈറ്റ്. ടൈം ഒന്ന് ശ്രദ്ധിച്ചോണേ. താങ്ക് യു സോ മച്ച്. വിൽ സീ യു അഗെയിൻ. ബൈ. Show me. ക്ലാസ് എവിടെ കിട്ടും? എനിക്ക് കുറച്ച് ക്ലാസ്സുകൾ മിസ്സായി. അതിന്റെ റെക്കോർഡിങ്സ് കിട്ടുമോ? ഏതിന്റെ ക്ലാസ് ആണ്? Look at that. Mommy, ഏത് ക്ലാസ് ആണ്? കുറെ സെഷൻസ് എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ റെക്കോർഡിങ്സ് ചോദിച്ചു, കിട്ടിയിട്ടില്ല. അത് എവിടുന്ന കിട്ടുക? ഞാനത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇത് ആക്ച്വലി ഇതൊരു അബ്സല്യൂട്ട് ഫ്രീ പ്രോഗ്രാം ആണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യുന്ന നമ്മൾ ഡെയിലി ഇത്രയും പ്രോഗ്രാമുകൾ ചെയ്യുന്നതിൻ്റെ റെക്കോർഡിങ്സ് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ യൂട്യൂബിനകത്ത് നോക്കിയാൽ മതിയേ. യുബണ്ടു എല്ലാം യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്. ഉബണ്ടു അല്ല ചോദിച്ചത്, അറോറ 30 പ്രോഗ്രാം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറോറ 30 നമ്മുടെ ബിസോളിനകത്ത് കിടപ്പുണ്ട്. യൂട്യൂബിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് ചോദിച്ചാൽ മതി. ലിങ്ക് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടാവും, നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്താൽ എനിക്ക് വളരെ സന്തോഷമാകും. ഇൻസ്റ്റ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്താൽ ഒരു കമൻ്റ് ഒക്കെ തന്നാൽ ഐ ഫീൽ മോർ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഏറ്റവും നല്ലത് വരട്ടെ. ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതമാകട്ടെ, ഒരു ദിവസമാകട്ടെ. ഇന്ന് അബണ്ടൻസും നല്ല ഇമോഷൻസും ഹോൾഡ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ബൈ. വിൽ സീ യു. താങ്ക് യു മാം. Thank you. Thank you. Thank you. താങ്ക് യു.